ബഹുമാനപ്പെട്ട മുസബാഖ് സഹോദരങ്ങളെ അല്പം സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മഹാന്മാരായ സദാക്കൾ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, പണ്ഡിത സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട സുഹൃത്ത് മാസ്റ്റർ, മുന്നിരായ ഉസ്താദിനെക്കുറിച്ച് കുറേ കാര്യങ്ങളായി മറക്കുകയുണ്ടായി. ഇവിടെ മഹാന്മാരായ ഉസ്താദുമാരുടെ മുമ്പിൽ ഒരു സംസാരത്തിന് സമയമല്ല, അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കി കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിനെക്കുറിച്ച് ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ച ഒരു കാര്യം തന്നെയാണ് മാഷും പറഞ്ഞത്. വിനയത്തിൻ്റെ അങ്ങേ അറ്റത്തെ ആളായി. എൻ്റെ ഈ ജീവിതകാലത്ത് ഇത്രത്തോളം വിനയമുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രത്തോളം ഞാൻ ചെറുകുന്നിൽ ഖത്തീബായി വരുന്നതിന് മുമ്പ് 5-8 വർഷം ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ചെറുകുന്ന് മഹലിൽ ഞാനവിടെ വരുന്ന സമയത്ത് ഉസ്താദാണ് മുദരിസായി ഉണ്ടായിരുന്നത്. ധാരാളം ശിഷ്യന്മാരും മാഷ പറഞ്ഞ പോലെ വലിയ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോ 1000-ലധികം വരുന്ന വീടുകളുണ്ട്. അവിടെ എല്ലാം കൊണ്ടും സമ്പന്നരാണ്. സാമ്പത്തികമായും അതുപോലെ വിദ്യാഭ്യാസപരമായും ഉയർന്ന് ചിന്തിക്കാൻ കഴിയുന്ന ആളുകളാണ്. സമയത്ത് അവിടെ ജോലി ഏൽക്കുന്ന സമയത്ത് ഞാൻ ഉസ്താദുമായിട്ട് മുഷാവറ ചെയ്തപ്പോ ഈ ഉസ്താദിനോട് പറഞ്ഞു, ധൈര്യമായിട്ട് ഇവിടെ നിന്നോളി, ഞാനുണ്ട് കൂടെ. ആ വാക്ക് 15 വർഷത്തോളം അൽഹംദുലില്ലാഹ് അവിടെ പൂർത്തിയാക്കാൻ സാധിച്ചു. ഒന്നിരായ ഉസ്താദുമായി അന്ന് തുടങ്ങിയ ബന്ധമാണ്. ഞാൻ 2-3 വർഷമായി അവിടെ എത്തുന്നതിന് 2-3 വർഷം ദർസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ മൂലക്കിരിക്കാൻ പറ്റൂല, അവിടെ നമ്മളെ കുട്ടികൾക്ക് കിതാബ് ഓതി കൊടുക്കും, തഫ്സീറും മിഷ്കാത്തും ഓതി കൊടുക്കുകയും അതിന്റെ പുറമെ ഞാൻ പറഞ്ഞു എനിക്ക് മഴക്കൂലാത്താണ് ഇഷ്ടം എന്ന് പറഞ്ഞു. എന്നാ ഏതാ വേണ്ട വെച്ചു, മുല്ലാസൻ ആണ് എനിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഓതി കൊടുക്കുകയും അതിന്റെ ശേഷം കുറെ മുദരിസ്മാർ വന്നിട്ടുണ്ട്. പക്ഷേ അത് ശിഷ്യന്മാർക്ക് ആ ഉസ്താദ്മാർ ഓതി കൊടുക്കുക എന്നല്ലാതെ മറ്റൊരാളെ കൊണ്ട് ഓതി കൊടുക്കൽ പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല. അന്ന് കോളേജിൽ പോകുന്ന ആ വിഭാഗത്തിന് മുല്ലാസൻ ഓതി കൊടുക്കാൻ എനിക്ക് സാധിച്ചു. വലിയൊരു തൗഫീഖാണ്. അപ്പൊ ഉസ്താദ്മാരുടെ കിതാബുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ള തൗഫീഖ്, അതിന് ഉസ്താദാണ് അതിന്റെ കാരണക്കാരൻ. പിന്നെ മാത്രമല്ല, എനിക്കറിയാം തലശ്ശേരി അതുപോലെ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രയോ മസ്അലകൾ വരുമ്പോ മസ്അലകൾ കെട്ടഴിച്ച് കിട്ടാൻ വേണ്ടി, മസ്അലക്ക് ഫത്വ കിട്ടാൻ വേണ്ടി നിരായ ഉസ്താദുകളെ സമീപിച്ച അനുഭവങ്ങൾ എത്രയോ പറയാറുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് എനിക്ക് തന്നെ എന്റെ വ്യക്തിപരമായി വലിയൊരു നഷ്ടമാണ്. കാരണം എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോ അപ്പൊ കിതാബ് നോക്കൂല, ബഹുമാനപ്പെട്ടവരെ വിളിക്കുക, അപ്പൊ തന്നെ അതിന് മറുപടി ഉണ്ടാവും. അല്ലെങ്കിൽ പറയും നിങ്ങൾ വലിയ മടിയനാണ്, ഇന്ന കിതാബ് എടുത്ത് ഇന്ന ബാബ് എടുത്തിട്ട് അതാണ് നോക്കിയെന്ന് പറയും. അങ്ങനെ വല്ലാത്തൊരു ബന്ധമായിരുന്നു. 1 മാസം മുമ്പ് ഞാനിവിടെ വന്ന് ഹജ്ജിന്റെ യാത്രയൊക്കെ, ഞാൻ ഹജ്ജിന് പോകുന്ന സമയത്ത് യാത്രയൊക്കെ ചോദിച്ചു പോയി. അങ്ങനെ മിനയിലേക്ക് പോകാൻ വേണ്ടി വസ്ത്രമൊക്കെ ധരിച്ചു നിൽക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ വിയോഗ വാർത്ത അറിഞ്ഞത്. താങ്ങാൻ കഴിയാത്ത ഒന്നായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർക്ക് ചെറിയ അസുഖത്തിന്റെ കാര്യം മാഷ് പറഞ്ഞല്ലോ. അതിന്റെ 6 മാസം മുമ്പ്, അസുഖം ഉണ്ടാകുന്നതിന്റെ 6 മാസം മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ഉസ്താദിന്റെ കൂടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാളവിടെ വന്നു, ഒരു ഉസ്താദിന്റെ രൂപത്തിലൊരാൾ. അയാൾ വന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഉസ്താദിനോട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ഹാർട്ട് സംബന്ധമായ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്, ഒന്ന് ഡോക്ടറെ കാണിക്കുന്നുണ്ടോ? ഞങ്ങളിരിക്കുന്ന സദസ്സിൽ വെച്ചാണ്. അദ്ദേഹം പോയതിന്റെ ശേഷം ഉസ്താദ് മെയിൻ ചെയ്തില്ല. അദ്ദേഹം പോയതിന്റെ ശേഷം ഞാൻ ചോദിച്ചു, ആരാണ് വന്ന ആള് എനിക്കങ്ങനെ അറിയില്ല, ഞാൻ പ്രാവശ്യമായിട്ട് ഇവിടെ നിന്ന് വന്നായിട്ട് കണ്ടിട്ടുണ്ട് തിരുവള്ളൂരിനോട്. ഈ അസുഖമായതിന്റെ ശേഷം പിന്നെ ഞങ്ങൾ വിഷയം പറയുകയും ഇങ്ങനെ ഉസ്താദ് നമുക്ക് ഓർമ്മ ഉണ്ടോ ഇങ്ങനെ ഒരു സംഭവം? ഉസ്താദ് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, അന്നാണ് ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രയാസം ഉണ്ടായത്. ഏതായാലും ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു നഷ്ടമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്നല്ല, ശിഷ്യന്മാർക്ക് എന്നല്ല, ഈ സമൂഹത്തിന്
ഈ സമൂഹത്തിനാണ് വലിയ നഷ്ടം. വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ്, ഇൽമിന്റെ വലിയൊരു ബഹറ. അത് ഇന്ന വിഷയത്തില്ല, മഴക്കൂലാത്തിലാവട്ടെ, ഏത് ഫന്നെടുത്താലും മൂപ്പർക്ക് അത് വളരെ വ്യക്തമായിട്ട് അതൊരു കാഴ്ചപ്പാടുണ്ട്. പല ഘട്ടങ്ങളിലൊക്കെ എന്റെ നാട്ടിലൊക്കെ ചെറിയൊരു വിഷയം വന്ന സമയത്ത്, ഒരു മസാല പ്രശ്നം വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് അത് ഏറ്റോളി, അതിന്റെ ഒരു വാദപ്രതിവാദം മണി വെച്ചോളി, ഞാൻ വരാം, ഞാൻ ഒറ്റയ്ക്ക് മതി എന്നോട് പറഞ്ഞു. അങ്ങനെ വല്ലാത്തൊരു വിനയത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും ഉടമയാണ് ബഹുമാനപ്പെട്ട സുമഞ്ഞ മാഷ്. പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, കണ്ണൂരിൽ നിന്ന്, ചെറുകുന്നിൽ നിന്ന് ആണ് മാഷും. ചെറുകുന്ന് മഹൽ എന്ന് പറയുന്നത് ചെറുകുന്ന് മഹലിന്റെ ഒരു കാര്യദർശിയാണ് മാഷ്. അത് കമ്മിറ്റിയിൽ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. അവിടെ നിന്ന് വേറെയും പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇവിടെ വരുമ്പോ തന്നെ മനസ്സിലായല്ലോ ഇവർ തമ്മിലുള്ള ബന്ധം, ആ ഉസ്താദുമായിട്ടുള്ള സ്നേഹബന്ധം എത്രയാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ അസംകുഞ്ഞ മാഷക്ക് മിക്ക ശിഷ്യന്മാരായ ആളുകളൊക്കെ പേരറിയും. അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു വലിയ മുർഷിദാണ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ തന്നെ അവിടെ ജോലി ചെയ്ത ഉസ്താദന്മാരും മുതഅല്ലിമീങ്ങൾക്കൊക്കെ ബഹുമാനപ്പെട്ട അസംകുഞ്ഞ മാഷ്, അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് ദീർഘകാലം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഒരു സംസാരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അദ്ദേഹവുമായിട്ടുള്ള മഹബത്ത്. എന്നാലും നല്ല ഓർമ്മയാണ്, നമ്മളെക്കാളൊക്കെ നല്ല ഓർമ്മ ഉണ്ട്. അപ്പോഴും ഓരോരുത്തർ പേരിങ്ങനെ എടുത്ത് പറയുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടുകൂടെ കഴിയാനുള്ള എല്ലാ സമ്പാദ്യവും ഇവിടെ സമ്പാദിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് സമ്പാദമാണ്, ആ സമ്പാദമാണ് ഇത്. ഭൗതികമായ സമ്പാദ്യമല്ല, ദുനിയാവല്ല, ആഖിറത്തിലേക്ക് ദിവസവും അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാവുന്ന രീതിയിൽ ഇവിടെ നിക്ഷേപിക്കാൻ ഈ കണ്ട പണ്ഡിത സമൂഹമുണ്ട്. ഈ കാണുന്ന ഉമറാക്കൾ അടക്കമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗീയാരാമത്തിൽ ബഹുമാനപ്പെട്ടവരോടുകൂടെ ഒരുമിച്ചുകൂടാനുള്ള തൗഫീഖ് അർഹമർ റഹീമായ റബ്ബ് നമുക്കും നമ്മുടെ മുഹബ്ബീങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനരായ അയ്യൂബ് ജലാലിയ യതീംഖാനയുടെ ഒരുപാട് കാലമായിട്ടുള്ള മാനേജറാണ്. ഇവരെ നമുക്ക് ഇനി വേറൊരു സമയത്ത് കേൾക്കാൻ കഴിയില്ല, കാരണം കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം ഞങ്ങളതിനോട് ഉപയോഗപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ടവരെ അതിനോറും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഉസ്താദുമാരുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. എനിക്കിപ്പോൾ കാല് വറക്കുന്നുണ്ട്. ഞാൻ യതീംഖാനയിലെ മക്കളെ നോക്കി വളർത്തിയല്ലാതെ വേറൊരു പരിചയം എനിക്കില്ല. അതിനിടയിൽ ബഹുമാനപ്പെട്ട അസംകുഞ്ഞ മാസ്റ്ററുകൾ എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുന റഹീം ഉസ്താദിൻ്റെ ഒരു ഖിദ്മത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു ചുമതല. അത് നിങ്ങളുമായി പങ്കുവെക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സുനീർ ഫൈസി ഉസ്താദ് എന്നോട് പറഞ്ഞത്, ഉസ്താദിനെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം നിങ്ങൾ നമ്മളോട് പറയുമ്പോൾ അത് നമുക്ക് ഒരു മനസ്സിന് സന്തോഷമുണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ വേദിയിട്ട് നിൽക്കുന്നത്. കുറേ 2-3 സെക്ഷൻ നടക്കാനുണ്ട്, സമയം ദൈർഘിച്ചു എന്നെനിക്കറിയാം. എന്നാലും 96-ലാണ് ഞാൻ ചെറുകുന്ന് യതീംഖാനയിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് അസംകുഞ്ഞ മാസ്റ്ററാണ് യതീംഖാനയുടെ സെക്രട്ടറി, പള്ളി സെക്രട്ടറി. 97-ലാണ് തോന്നുന്നു റഹീം ഉസ്താദ് അവർ അവിടെ ചാർജ് എടുക്കുന്നത്. ഒരു 5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും ഉസ്താദുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ മഗ്‌രിബിന് യതീംഖാനയിൽ അന്നുള്ള 57 മക്കളെ ഒരു 1/4 മണിക്കൂർ മുമ്പേ പള്ളിയിലേക്ക് കൂട്ടിപ്പോയി തസ്ബീഹ് ചൊല്ലും. ഞാൻ അന്നും ഈ വേഷത്തിൽ തന്നെയാണ്. കുട്ടികളെ ബാക്കിൽ ഇരുന്നിട്ട് പഠിപ്പിക്കുന്ന സ്വഭാവം എനിക്കില്ല. മക്കളെ യതീംഖാനെന്ന് ചെറുപ്പത്തോട് പറഞ്ഞയക്കും, അവരോടൊന്ന് ദിക്ർ ചൊല്ലും, എല്ലാ തസ്ബീഹ് ചൊല്ലും. ഞാനിങ്ങനെ ഒരു മൂലക്കൊണ്ടിരിക്കും. അന്നേരം റഹീം ഉസ്താദ് ചോദിച്ചു, യതീംഖാനയിലെ കുട്ടികളുടെ നാഥനാരാ?
മുക്കിരി ഉസ്താദിനോട്. അങ്ങനെയാണ് എന്നെ ഒരു ദിവസം റൂമിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ഞാനായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ ഉസ്താദ് എന്നോട് പറഞ്ഞു, നല്ല ചടക്കുള്ള മക്കളാണ്, സന്തോഷമുണ്ട്, കുട്ടികൾ എത്ര വരെ പഠിക്കുന്ന കുട്ടികളുണ്ട്, എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഉസ്താദ് കുറേ ഉപദേശ നിർദ്ദേശങ്ങൾ അവിടുന്ന് വിട്ടുപിരിയുന്നത് വരെ എൻ്റെ മേഖലകളിൽ എൻ്റെ ജീവിതത്തിലും കുറേ മാറ്റങ്ങൾ വരുത്തി തന്നത് എൻ്റെ പ്രിയപ്പെട്ട ഞാനറിഞ്ഞ ബഹുമാനപ്പെട്ട റഹീം ഉസ്താദ് അവകളാണ്. അങ്ങനെ 10ാം ക്ലാസ് മദ്രസ കഴിഞ്ഞ് കോളേജ് മാത്രം പഠിപ്പിക്കുന്ന സമയത്ത് അതും എന്നോട് പറഞ്ഞു, എന്താണ് മദ്രസ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾക്കുള്ള മുതിർന്ന കുട്ടികൾക്കുള്ള പരിപാടി നമ്മളിപ്പം തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി ഉത്തരം പറയേണ്ടി വരും. നിങ്ങൾ മതഭൗതിക വിദ്യാഭ്യാസം നൽകണം. നിർബന്ധമായിട്ടും കമ്മിറ്റിക്കാരോട് ബന്ധപ്പെട്ട് നിങ്ങൾ യതീംഖാനയിൽ ദർസ് തുടങ്ങണം, യതീംഖാനയിലെ മക്കൾക്കായിട്ട്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അസംകുഞ്ഞ് മാസ്റ്റർ പിറ്റേന്ന് രാവിലെ വന്ന ഉടനെ ഞാൻ ഈ കാര്യം സംസാരിക്കുകയും റഹീം ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അന്നൊരു 10 കുട്ടികളായിട്ട് 10ാം ക്ലാസ് മദ്രസ പാസ്സായ കുട്ടികളുണ്ടായിരുന്നു, ഒന്ന് ഡിഗ്രി പഠിക്കാനും മറ്റല്ല. അങ്ങനെയാണ് അന്നുണ്ടായ റഹീം ഉസ്താദിൻ്റെ ശിഷ്യന്മാർ തന്നെ മൊഹീം ബാക്കവിയോ ഫീസ് അങ്ങനെ ഓർമ്മയില്ല, അവരെ തന്നെ വെച്ച് ഷാമാരിൻ്റെ ഇടയിൽ ദർസോതി കൊടുക്കുകയും അതിന്നും അൽഹംദുലില്ലാ മാറി മാറി വന്ന് റഹീം ഉസ്താദിൻ്റെ ശിഷ്യന്മാർ തന്നെ ഇന്നും 22ഓളം ദർസിൽ നമ്മുടെ തീങ്ങാലിൽ മാത്രം ദർസെടുക്കുന്ന കീശ്ശേരി ബഷീർ ഉസ്താദ്, ഇദ്രീസ് ഉസ്താദ് അവർ ദർസിക പുലർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ സമീപിച്ചിട്ടാണ് ഞാൻ മനസ്സിന് സമാധാനം നേടാറുള്ളത്. ബഹുമാനപ്പെട്ടവർ വ്യാഴാഴ്ച നാട്ടിലേക്കെല്ലാം പോകുമ്പോൾ എന്നോട് പറയും, എൻ്റെ മക്കൾ, ദർശന മക്കൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയണം. നാട്ടിൽ നമുക്കെല്ലാം അറിയാലോ, ദർശന കുട്ടികളും എത്തിങ്ങാനുള്ള കുട്ടികളെല്ലാം നിസ്കാരത്തിൽ നിന്ന് ചൊറിഞ്ഞാൽ അത് ഭൂകമ്പായിരിക്കും. അവിടെ അവൻ്റെ കുട്ടികളാരും നിസ്കരിക്കാനൊന്നും വരുന്നുണ്ടാവില്ല. എന്നാലും നമ്മൾ പോയിട്ട് ഒരു അരമണിക്കൂർ തസ്ബീഹിൽ ഇരിക്കുമ്പോൾ അതിന് പ്രശ്നം വരുമ്പോൾ കൂടുതലുണ്ടാവും. അങ്ങനെ ആ കാര്യങ്ങളിൽ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ വേഗം പറയുമ്പോൾ ഉസ്താദ് അവർകൾ എല്ലാ കാര്യങ്ങളും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. ഞാനൊരു ഫിത്നയായിട്ടൊന്നും അന്നത്തെ ശിഷ്യന്മാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഉസ്താദിന്റെ മരുമകൻ ഷാഫി ഉസ്താദായിട്ടാണ് ഞാൻ അടുത്ത ബന്ധമുണ്ടായത്. ഷാഫി ഉസ്താദ്, മുഹ്സിൻ ഉസ്താദ്, സലാം ഉസ്താദ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഫിറോസ് ഉസ്താദ്, സലീം ഉസ്താദ്, റഫീഖ് ഉസ്താദ്, സത്താർ ഉസ്താദ്, അതെല്ലാം നമ്മളൊരു ദർസ് പഠനം കഴിഞ്ഞാൽ 10 മണിക്ക് മദ്രസന്റെ ഗ്രൗണ്ടിൽ നിന്ന് കബഡി മത്സരം കളിക്കാറുണ്ട്. അന്നേരമെല്ലാം നമ്മൾ സലീം ഉസ്താദ് കാലം പിടിച്ച് വെച്ചിട്ടൊക്കെ ഇതെല്ലാം ഒരു അന്നേരം നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. റഹീം ഉസ്താദിന്റെ കാലത്താണ് പറയുന്നത്. ഉസ്താദ് അറിയാതെയല്ല, അൽഹംദുലില്ലാ പഠനം കേസ് അപ്പക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യുന്നൊരു, അന്നേരം ഞാനും അവരെപ്പുറം കൂടുമായിരുന്നു. അങ്ങനെയാണ് ഞാനും പിന്നെ റഹീം ഉസ്താദിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ബന്ധം ഉണ്ടായത്. റഹീം ഉസ്താദ് എൻ്റെ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു വഫാത്തായതിനു ശേഷം ഞാൻ 2-3 പ്രാവശ്യമൊക്കെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ആ മഹാനവറുകളെ കണ്ട സമയത്ത് ഞാൻ ഇക്കോട്ട് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. സിയാറത്ത് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട മകൻ അഷ്റഫ് ഹാഫി ഉസ്താദിനോട് പറഞ്ഞാലും ഞാൻ ആരും കാണാണ്ട് അങ്ങനെ പോയതാണ്. മടങ്ങി പോകുമ്പോൾ അഷ്റഫ് ഹാഫി ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഉപ്പാൻ്റെ കബർ സിയാർ ഉപ്പ് പൊറുക്കൂല, വീട്ടിൽ പോകാണ്ട് മടങ്ങിയത്, അങ്ങനെ വേദനിക്കുന്ന വർത്താനം പറഞ്ഞു. പക്ഷെ മടങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ല. ഞാനങ്ങനെ എൻ്റെ പ്രകൃതി അങ്ങനെയാണ്. അങ്ങനെ ഉസ്താദ് അങ്ങനെ സ്വപ്നത്തിൽ വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നത്, ദർസിപ്പം നടക്കുന്നില്ല, അയ്യൂബിൻ്റെ ആരോഗ്യ പ്രശ്നം എങ്ങനെയുണ്ട്, ഞാൻ ചെറിയൊരു ലിവർ പേഷ്യൻ്റാണ്. ഉസ്താദിൻ്റെ കാലത്ത് തന്നെ ഉസ്താദിനെ കുറേ 2-3 വൈദ്യന്മാരുടെ തന്നെ പറഞ്ഞ് അയച്ചിരുന്നു. ആ മരുന്നിനെ ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആത്മബന്ധം ഉണ്ടായ ഒരു ആ നല്ല മഹാമനീഷ്യൻ ഇന്നും ആ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് സലാം പറയുമ്പോൾ ഉണ്ടാകുന്ന വികാരം ഒരു വല്ലാത്തൊരു മനസ്സിന് വിഷമമുണ്ടാക്കുന്നത്. ജീവിച്ചിരിക്കുന്ന ആളെപ്പോലെ തന്നെയാണ് എനിക്കെല്ലാം അനുഭവപ്പെടുന്നത്. ഉസ്താദും അസമാഷ് പറഞ്ഞതുപോലെ ഡോക്ടർ അനിൽകുമാർ, കണ്ണൂർ കാണിക്കുന്ന ഡോക്ടർ, ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഞാനാണ് രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് ടോക്കൺ എടുക്കും. ഉസ്താദ് മഞ്ചേരിയിൽ നിന്ന് 11 മണിക്കൊക്കെ അവിടെ വരും. ചിലപ്പോൾ 15ാമത്തെ ടോക്കനാണ് കിട്ടുക. ഉസ്താദ് വന്ന് 15ാമത്തെ ടോക്കൺ ആകുമ്പോൾ 5ാമത്തെ ടോക്കൺ 4ാമത്തെ ടോക്കനായിട്ടായിട്ടുണ്ടാവും. എനിക്കാണ് ഭയങ്കര പേടിയാണ് ടോക്കന് മുമ്പായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ. അന്നേരം സിസ്റ്ററെ വിളിച്ചിട്ട് പറയും, മോളെ മഞ്ചേരിയിൽ ഉസ്താദ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. പിന്നെ അൽഹംദുലില്ലാ 2ാമത്തെ ഉസ്താദിനെ വിളിക്കലായി. ഉസ്താദിനെ വിളിക്കുന്ന കാര്യം ഡോക്ടർ വന്ന് എഴുന്നേറ്റ് നിന്ന് ഉസ്താദിൻ്റെ അടുത്ത് ഡോറ് ഉസ്താദിനെ തുറന്നു കൊടുക്കുന്ന ഡോക്ടർ, ഉസ്താദ് ഇരുന്നിട്ട് അവിടെ ഡോക്ടർ ഇരിക്കുന്നു, ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു. എപ്പോഴും
ചെക്കപ്പ് നടത്തിയാൽ എപ്പോഴും കൂടുതൽ ഉണ്ടാകുക. നോക്കിയിട്ട് പറയും ഉസ്താദിനോട്, ഡോക്ടർ അനൂപ് കുമാർ, ഉസ്താദെ പുകവലി നിർത്തണം, പുകവലി നിർത്താൻ നിങ്ങളെ രോഗം മാറില്ല, ദയവ് ചെയ്തിട്ട്. മെഡിക്കൽ ശാസ്ത്രത്തിൽ ഉസ്താദിന് വിഷമമുണ്ടാക്കും. എന്നാൽ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ശിഷ്യന്മാർ കേൾക്കാൻ വേണ്ടി പറയുന്നത്. ആ ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടറെ ഞാൻ ഗഹനമായ വിഷയങ്ങളാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മക്കൾ പഠിക്കാതെ ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് ടെൻഷൻ. ആ ടെൻഷൻ തീർക്കാൻ ഞാൻ ചിലപ്പം പോയിട്ട് പുറത്തു പോയിട്ട് ഒന്ന് പുകവലിക്കാറുണ്ട്. അത്രത്തോളം ശിഷ്യന്മാർക്ക് വേണ്ടി ജീവിച്ച ആ മഹാമനുഷ്യൻ ഇന്ന് നമ്മോടൊപ്പമില്ല. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഓരോ കാര്യത്തിലും എൻ്റെ പ്രശ്നങ്ങളും, എത്തിങ്ങാലിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായ സമയത്ത്, നാട്ടിൽ ആൾക്കാർ പ്രശ്നം ഉണ്ടായ സമയത്ത് ഒരു വലിയൊരു കുറച്ച് സമയം 2 മിനിറ്റ് 5 മിനിറ്റ് കല്യാണത്തിൻ്റെ ഭക്ഷണം ബാക്കിയായ സമയത്ത് എത്തിങ്ങാലിലേക്ക് ഒരു വ്യക്തി 3 മണിക്ക് കല്യാണ ഭക്ഷണം എത്തിങ്ങാലിലേക്ക് കൊണ്ടു തന്നു. ഞാനത് മടക്കി. ഞാൻ പറയും പറ്റില്ല, രാത്രി കൊടുത്താൽ മതിയല്ലോ. ഞാൻ പറ്റില്ല, നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ബാക്കിയായ കല്യാണത്തിൽ ബാക്കിയായ ഭക്ഷണം കഴിക്കാനൊന്നും അത്രയൊന്നും ദാരിദ്ര്യം എത്തിങ്ങാലും മക്കൾക്കില്ല എന്നിട്ട് മടക്കിയത് വലിയ പ്രമാണിയായ നാട്ടിലെ വലിയൊരു ആളാണ്. അതങ്ങനെ പ്രശ്നമായി, എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ്, വന വിടാറെന്ന് പറഞ്ഞ് അങ്ങനെ വല്ലാണ്ട് പ്രശ്നമായി. അസമാഷത്തേക്ക് മാഷ് വൈകുന്നേരം തന്നെ വന്ന് മാഷ് കാര്യം മനസ്സിലായി പറഞ്ഞെടുത്ത് മാഷ് പറഞ്ഞ ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഭക്ഷണം അങ്ങനെ കഴിക്കാൻ പറ്റില്ല. പിറ്റേന്ന് റഹീം ഉസ്താദിന്റെ അടുത്തേക്കും ആ മനുഷ്യൻ പോയിട്ട് പറഞ്ഞ്, ഇങ്ങനെ ഭക്ഷണം മുടക്കിയതിന് അയ്യോ അത് തെറ്റല്ലേ, നല്ല തെറ്റ്. ഉസ്താദ് എന്നെ വിളിച്ച് റൂമിൽ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഉസ്താദ് കയ്യിൽ നിന്നിട്ട് പറഞ്ഞ്, അൽഹംദുലില്ലാ ദീനിന്റെ കാര്യത്തിലൊന്നും ആർക്കും വിട്ടുവീഴ്ച കൊടുക്കരുത്. ദർശനയും തീങ്ങാലും പഠിക്കുന്ന മക്കൾക്കെല്ലാം ഓൻ കഴിച്ച ഉച്ചിഷ്ടം കഴിക്കുക എന്ന് പറഞ്ഞാൽ, കഴിച്ച ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കരുത്. അയ്യോ രാജിവെക്കൊന്നും വേണ്ട, അവിടെ തന്നെ വെക്കും. അസമാഷക്കാരി മനസ്സിലാക്കി കൊടുത്തിട്ടില്ലേന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ തരണം ചെയ്യുമ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് ആ നല്ലൊരു വ്യക്തിത്വം. അതുകൊണ്ട് എനിക്കെന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ എൻ്റെ റഹീം ഉസ്താദിനെയാണ് സമീപിക്കാറ്. അദ്ദേഹമാണ് എൻ്റെ രോഗത്തിൻ്റെ ശമനത്തിനെല്ലാം മന്ത്രിക്കുകയും ദുആ ചെയ്യും എല്ലാം ചെയ്ത നല്ലൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ തീങ്ങാന്റെ ചികിത്സക്കെല്ലാം വരുന്ന സമയത്തൊക്കെ മാഷ് പറഞ്ഞ മാതിരി കാണിച്ചു പോയി. മാഷ് ടോക്കന്റെ പൈസ തന്നെ എടുത്തു തരും, കൊടുത്ത് മരുന്നിന്റെ പൈസ തന്നിട്ടായി മനുഷ്യൻ വിടുക. പക്ഷെ അത് എൻ്റെ പ്രിയപ്പെട്ട റഹീം ഉസ്താദ് ഇതുവരെ വാങ്ങിയിട്ടില്ല. അയ്യോ അത് മാഷ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കണം, ഞാൻ അതിനു വേണ്ടി വരുന്നതല്ല. ഒന്ന് ഡോക്ടർ പെരുമാറ്റം, പിന്നെ മാഷ് പറഞ്ഞ മാതിരി ചെറുകുന്നിലേക്ക് പോകണം, അവിടെ സിയാറത്ത് ചെയ്യണം, എല്ലാം കാണണം. കണ്ടു കഴിഞ്ഞാൽ എത്തിങ്ങാല് വന്ന് കുഞ്ഞു മക്കളോടെല്ലാം ചോദിച്ച് അവിടുന്ന് വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരത്തെ ചായയെല്ലാം ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്ത് അൽഹംദുലില്ലാ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഒരു പൈസയും തന്നിട്ടാണ് ആ പ്രിയപ്പെട്ട മഹാനവറുകൾ എത്തിങ്ങാനെല്ലാം ഡോക്ടർ കാണിച്ച് മടങ്ങാറുള്ളത്. അതുകൊണ്ട് ഈ സദസ്സിൽ വന്ന് പങ്കെടുക്കുവാനും ഉസ്താദിന്റെ ഖത്മുൽ ദുആയിൽ പങ്കെടുക്കുവാനും ദുആ മജ്‌ലിസിൽ പങ്കെടുക്കുവാനെല്ലാം സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നലെ ദുൽഹജ്ജ് 7 പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെയും കൂട്ടി എത്തിങ്ങാലിലെ മക്കളെയും കൂട്ടി ഖത്മുൽ ഖുർആനും ദുആലും നടത്താൻ കഴിഞ്ഞു. എല്ലാ വർഷവും ഞാൻ ചെയ്യാറുണ്ട്. അതിന് പ്രിയപ്പെട്ട റഹീം ഉസ്താദിന്റെ ഭാര്യ പൊന്നുമ്മ മക്കൾ, ആ മക്കൾക്ക് ചീരടിയും ഭക്ഷണം കൊടുക്കാറുണ്ട്. അതെല്ലാം ഒരു സന്തോഷകരമായ കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഈ ഉസ്താദുമായിട്ടുള്ള ബന്ധം കൊണ്ട് തന്നെയാണ് ശിഷ്യന്മാരുടെ ഗ്രൂപ്പ് TKS ഗ്രൂപ്പിൽ ഒരു പാവപ്പെട്ട എന്നെയും ആ സ്നേഹം നിറഞ്ഞവർ എന്നെ ഒരു അംഗമായിട്ട് ചേർത്തത്. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാറുണ്ട്. പിന്നെ നജീബ് ഉസ്താദിന്റെ ഗ്രൂപ്പിലുള്ള അതിലും ഞാനുണ്ട്, ഉസ്താദിന്റെ നസീഹത്തിൽ അതിലും കേൾക്കാറുണ്ട്. അതുകൊണ്ട് എന്നോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിനും സന്തോഷത്തിനും വളരെയധികം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ആ നല്ല മഹാനോടൊപ്പം നമ്മളെല്ലാം അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ച് ഒന്നിച്ചു കൊട്ടി കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.